പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പം ഇന്ന് അവധിയാണ്. അപ്പം എന്ന് വിചാരിച്ചൊരു വീഡിയോ നേരത്തെ കണ്ടിരുന്നു. മുട്ട പിന്നെ ജീര റൈസും കൂടി ചേർത്തിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ്. എന്നാൽ ഇന്ന് അത് തന്നെയാണെന്ന് വിചാരിച്ചു. നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു. ഒരു കറുവപ്പട്ടയും 2 വെളുത്തുള്ളി നമ്മുടെ ഗ്രാമ്പൂവും എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇച്ചിരി ക്യാരറ്റ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് അതും കൂടെ ഇട്ട് ഈ എണ്ണയ്ക്കകത്ത് നല്ലപോലെ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ ഞാൻ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 മുട്ടയും പുഴുങ്ങി തോട് കളഞ്ഞ് അത് വെച്ചിട്ടുണ്ട്. ജീര റൈസ് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു 3 ഗ്ലാസ് ജീര റൈസാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ 3 പേർക്ക് വേണ്ടിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നെയ്ക്കകത്ത് കിടന്നിട്ട് സവാളയൊക്കെ ഒന്ന് വഴറ്റി വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ അരിഞ്ഞു വെച്ച ചോപ്പ് ചെയ്ത തക്കാളിയും കൂടെ ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അതിനൊന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ച അരിയും പുഴുങ്ങിയ മുട്ടയും എല്ലാം കൂടി ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശകലം ജീരകവും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ. അത് കഴിഞ്ഞ ശേഷം തീ അങ്ങ് നിർത്തി അത് തണുത്ത് കഴിയുമ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. ഫ്രൈഡ് റൈസ് എന്ന് പറയത്തില്ല, ഒരു മുട്ടയും കൂടെ ചേർത്ത ഫ്രൈഡ് റൈസാണ്. അതിനുശേഷം നമ്മുടെ മല്ലിയിലയും അതുപോലെ തന്നെ നമ്മുടെ പുതിന ഇലയും കൂടെ ഇതിൻ്റെ മണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റ് യാതൊരു വിധമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നെയ്ക്കകത്ത് മറ്റു കാര്യങ്ങളൊക്കെ കശുവണ്ടിപ്പൊക്കെ ചേർക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. നന്ദി, നമസ്കാരം.